ഹായ് നമസ്കാരം. ഇമിത്രത്തിന്റെ പുതിയ ഒരു ട്രെയിനിങ് വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇമിത്രം സൈനെക്സ് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കേരളത്തിലെ ഒഫീഷ്യൽ പാർട്ണറായ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇതുവഴി ഇനി മുതൽ ഇമിത്രത്തിന്റെ എല്ലാ ഫ്രാഞ്ചൈസി ഉടമകൾക്കും സൗജന്യമായി തന്നെ സൈനെക്സ് CSCയുടെ അലയൻസ് പാർട്ണറായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഇതിനായി ഫ്രാഞ്ചൈസി ഓണർമാർ ഇമിത്ര ഹെഡ് ഓഫീസിൽ ബന്ധപ്പെട്ട് ആധാർ പാൻ കൊടുത്ത് അത് KYC ചെയ്തതിനു ശേഷം ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ സർവീസുകളെല്ലാം നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. ബാങ്ക്, ടെൻഡർ, GST, കമ്പനി രജിസ്ട്രേഷൻ തുടങ്ങി എല്ലാ മേഖലകൾക്കും ആവശ്യമായ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ബുക്ക് ചെയ്യാനുള്ള പോർട്ടൽ സൗജന്യമായി തന്നെ ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതാണ്. പൊതുമാർക്കറ്റിൽ കസ്റ്റമർ ബുക്ക് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാൻ സാധിക്കുന്നതിനാൽ മികച്ച വരുമാന മാർഗമാണ് ഇതുവഴി ഫ്രാഞ്ചൈസി ഓണർമാർക്ക് ലഭിക്കാൻ പോകുന്നത്. DSC അഥവാ ഡിജിറ്റൽ സിഗ്നേച്ചർ ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ 30% കമ്മീഷൻ ഫ്രാഞ്ചൈസി ഉടമകൾക്ക് വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. കൂടാതെ DSC വിൽക്കുമ്പോൾ 1000 രൂപയിലധികം നിങ്ങൾക്ക് ഓരോ സിഗ്നേച്ചറിന് മേലും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഈ വീഡിയോ DSC അഥവാ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആയ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ പാർട്ട്ണർ പോർട്ടൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നും കസ്റ്റമർക്ക് എങ്ങനെ DSC ബുക്ക് ചെയ്ത് സിഗ്നേച്ചർ റൈറ്റ് ചെയ്ത് അത് ആക്ടിവേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആയ കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിലുണ്ട്. ഹായ് നമസ്കാരം. നമ്മൾ DSC അഥവാ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന വാക്ക് പലപ്പോഴായി കേൾക്കുകയും ചില സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കോമൺ ആയി കാണുകയും ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാർ തരുന്ന സർട്ടിഫിക്കറ്റ് മുതൽ കമ്പനി രജിസ്ട്രേഷൻ, GST ഫയലിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ, ടെൻഡർ ഫയൽ ചെയ്യുമ്പോൾ എന്ന് വേണ്ട ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ റെക്കോർഡ് എന്ന് കാണാറുണ്ടല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ പേന കൊണ്ട് ഒപ്പിടേണ്ട കാലം കഴിഞ്ഞു. ഇന്ന് അത് ഒരൊറ്റ USB ടോക്കൺ കൊണ്ട് നിയമപരമായി ഒപ്പിടുന്ന കാലമാണ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ? ആർക്കൊക്കെ നിർബന്ധമാണ്? എന്തിനാണ് USB ടോക്കൺ? എന്താണ് എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ്? എല്ലാം വ്യക്തമായി പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി ഒന്ന് കാണുക. അപ്പോൾ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് നമ്മൾ സിമ്പിളായി പറഞ്ഞാൽ, സാധാരണ നമ്മൾ പേപ്പറിൽ ഒപ്പിടുന്നതിന്റെ ഡിജിറ്റൽ രൂപമാണ് DSC അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഗവൺമെന്റ് നിയമപരമായി അംഗീകരിച്ച ഒരു ഇലക്ട്രോണിക് ഒപ്പാണിത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള അതോറിറ്റികൾ വഴിയാണ് നമുക്കിത് ലഭിക്കുക. ഒരാൾ തന്നെയാണ് ഡോക്യുമെന്റ് സൈൻ ചെയ്തത് എന്ന് ഉറപ്പിക്കുവാനും കൂടാതെ ഡോക്യുമെന്റ് മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല സൈൻ ചെയ്ത ആൾക്ക് അത് നിഷേധിക്കാതിരിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഒരു പ്രധാന ഉപയോഗം എന്നത് ഓൺലൈൻ ഡോക്യുമെന്റ് സൈൻ ചെയ്യുക, തട്ടിപ്പുകൾ ഒഴിവാക്കുക, വിവിധ സർക്കാർ പോർട്ടലുകളിൽ ഓതന്റിക്കേഷൻ ചെയ്യുക, കൂടാതെ നിയമപരമായി ഇത് തെളിവായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആർക്കൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമായും വേണമെന്ന് നമുക്ക് നോക്കാം. LLP നടത്തുന്ന പാർട്ണർമാർ, പ്രൈവറ്റ് കമ്പനി നടത്തുന്നവർ, പബ്ലിക് ലിമിറ്റഡിലെ കമ്പനി ഡയറക്ടർമാർ, അതേപോലെ തന്നെ CA, CS, CMA തുടങ്ങിയ പ്രൊഫഷണലുകൾക്കും, അതേപോലെ GST ചെയ്യുന്നവർക്കും, ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും, ഗവൺമെന്റ് ടെൻഡറുകൾ സമർപ്പിക്കാൻ, അതേപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും, കൂടാതെ ബാങ്ക് മാനേജർ, പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് സോഫ്റ്റ്വെയർ ഇൻചാർജുള്ള അധ്യാപകർക്ക്, മറ്റ് ഗവൺമെന്റ് ജീവനക്കാർക്ക് തുടങ്ങി പറയാം നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വരെ ഡിജിറ്റൽ സിഗ്നേച്ചർ അത്യാവശ്യമാണ്. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ എത്ര വിധമുണ്ടെന്ന് നോക്കാം. മുമ്പ് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നിങ്ങനെ 3 വിധം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ക്ലാസ് 3 DSC മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, എൻക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ്, കൂടാതെ USB ടോക്കൺ എന്നീ 3 വാക്കുകളാണ് പൊതുവെ കേൾക്കുക. ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നതിനും അതായത് MCA, GST, ഇൻകം ടാക്സ് സൈറ്റുകളും ഫയൽ ചെയ്യുന്നതെല്ലാം ഉപയോഗിക്കുന്ന സിഗ്നേച്ചർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തത് എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഡാറ്റ അതീവ സുരക്ഷിതമായി അയക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഗവൺമെന്റ് ടെൻഡർ ഫോമുകൾ സബ്മിറ്റ് ചെയ്യുന്നതിനും അതേപോലെ നിശ്ചിത പരിധിയിൽ കൂടുതലുള്ള പണമിടപാടുകൾ അപ്രൂവൽ ചെയ്യുന്നതിനും ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ് കൂടെ ഒരുമിച്ച് വേണ്ടതാണ്. ഇനി മൂന്നാമതായി USB ടോക്കൺ എന്നത് എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായി പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചറും എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റും സൂക്ഷിക്കുന്ന പെൻഡ്രൈവിനെയാണ് USB ടോക്കൺ എന്ന് പറയുന്നത്. ഇതിലെ ഡാറ്റ മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. എന്നാൽ ഒരാൾക്ക് ഒന്നിലധികം ടോക്കണുകൾ ഉപയോഗിക്കുന്നതിൽ തടസ്സവുമില്ല. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ വാലിഡിറ്റി എങ്ങനെയാന്ന് നോക്കാം. 1 വർഷം മുതൽ 3 വർഷം വരെയാണ് സാധാരണ കാലാവധി കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റലായി തന്നെ റിന്യൂവൽ ചെയ്യാവുന്നതാണ്. ഇനി DSC എവിടുന്ന് പർച്ചേസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതായത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയ വെണ്ടർമാർ വഴിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. അതിനായി കസ്റ്റമറുടെ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ USB ടോക്കൺ പർച്ചേസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം ആധാർ, പാൻ, ഇമെയിൽ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നെ അതിനുശേഷം വീഡിയോ വെരിഫിക്കേഷൻ ആവശ്യമാണ്. അതിനുശേഷം നമുക്ക് നിശ്ചിത പേയ്മെന്റ് അടച്ച് DSC സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ടോക്കണിലോട്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ എവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയ വെണ്ടർമാർ മുഖേനയാണ് നമുക്ക് ഇത് ലഭിക്കുക. നിങ്ങളുടെ
തൊട്ടടുത്തുള്ള ഇമിത്രം കസ്റ്റമർ സർവീസ് പോയിന്റ് വഴിയും നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന ചെറിയ വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ബിസിനസ് ലോകത്ത് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണ് വലിയ അതിരുകൾ തുറക്കുന്നത്. ശരിയായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിയമപരമായും സുരക്ഷിതമായും ഒരു ബിസിനസ് വളർത്താം. അതുപോലെ തന്നെ ബിസിനസിന്റെ പല പല ടിപ്പുകൾക്കും അതേപോലെ ടെക്നിക്കൽ സപ്പോർട്ടും ഇതേപോലുള്ള പ്രായോഗികമായ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ. നിങ്ങളുടെ ബിസിനസ് യാത്രയിൽ ഈ ചാനൽ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ പാർട്ണർ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. DSC, എൻസ്ക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ്, USB ഡോങ്കിൾ എന്നിവ പർച്ചേസ് ചെയ്ത് അവ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയ ക്ലാസ് ഫ്രാഞ്ചൈസി ട്രെയിനിങ് പോർട്ടലിൽ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ മുഴുവനായും കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.